രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരി രാഹുൽ ക്രൂരനായ ലൈംഗിക കുറ്റവാളി എന്നാണ് ആരോപണം. ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചുവെന്നും പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ നഗ്ന ദൃശ്യങ്ങൾ പുറത്താക്കുമെന്ന് ഭയമെന്നും പരാതിക്കാരി പറഞ്ഞിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി PS വിമൽ ചേരുന്നുണ്ട്. വിമൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ പരാതിക്കാരിയുടെ ഒരു ആശങ്ക? ഗുഡ് മോർണിംഗ് അഞ്ജിത, റജീന. ഇന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒന്നാം ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പരാതിക്കാരി കൂടി എത്തിയിട്ടുള്ളത്. പരാതിക്കാരി ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർബന്ധിത ഗർഭഛിദ്രത്തെ പറ്റിയാണ്. രാഹുൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഒപ്പം തന്നെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ആത്മഹത്യാ ഭീഷണി മുഴക്കിയാണ് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയത്. ഈ പറഞ്ഞത് ആരാണെന്ന് മനസ്സിലായോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയ ആ വ്യക്തിയാണ് ഇപ്പോ ഇങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ കേസിൽ, ഒന്നാമത്തെ പരാതിയിലുള്ള കേസിൽ നോട്ട് ടു അറസ്റ്റ് ആയിരുന്നു ഇത്രയും ദിവസം. ഇന്ന് ഹൈക്കോടതി ആ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ആ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അവിടെ കക്ഷി ചേർന്നുകൊണ്ട് കൂടുതൽ ആരോപണങ്ങൾ, പരാതിയിൽ പറയാത്ത കുറേ ആരോപണങ്ങൾ, അതിൽ ഈ പറയുന്ന രാഹുലിൻ്റെ പോസ്കോ കേസുണ്ട്, അതുപോലെ തന്നെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ജാമ്യം നൽകരുത്, ജാമ്യം നൽകിയാൽ ആ നഗ്ന ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. എന്താണ് ഈ പരാതിക്കാരി എന്ന് പറയുന്ന ആള്? ഈ പരാതിക്കാരിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം അങ്ങോട്ട് പോയി സമീപിച്ചിരുന്നു. എപ്പോഴാണ് സമീപിച്ചത്? ഓഗസ്റ്റ് 20, 2025 ഓഗസ്റ്റ് 20 ആദ്യ ആരോപണങ്ങൾ ഉണ്ടായി. സ്വമേധയാ കേസെടുത്ത് പരാതിക്കാരി ഇല്ലാതെ, ഒരു ഒഫീഷ്യൽ പരാതിക്കാരി പോലും ഇല്ലാതെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുമ്പോൾ ഈ വ്യക്തിയെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയി സമീപിച്ചിരുന്നു. അന്ന് മൊഴിയൊക്കെ നൽകിയിട്ട് ഈ പറയുന്ന പരാതിക്കാരി പറഞ്ഞത് എനിക്ക് പരാതിയില്ല, എനിക്ക് നിയമ നടപടിക്ക് ഞാൻ തയ്യാറല്ല എന്നായിരുന്നു അന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ പരാതിക്കാരിയെ തന്നെ പല ആളുകളും സന്ദർശിച്ചിരുന്നു. ഞാൻ മാത്രം കണ്ടു എന്ന് പറഞ്ഞ ആളടക്കം പല ആളുകളും ഈ പരാതിക്കാരിയെ പോയി കണ്ടിരുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അവരൊക്കെ ഈ പരാതിക്കാരിയെ പോയി കണ്ടു. അതിനുശേഷമാണ് പരാതിക്കാരിയായിട്ട് ഈ പറയുന്ന യുവതി രംഗപ്രവേശനം ചെയ്യുന്നത്. ഈ രംഗപ്രവേശനം ചെയ്തിട്ട് തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചു. മുൻകൂർ ജാമ്യമാണ്. മുൻകൂർ ജാമ്യത്തിന് രാഹുൽ കോടതിയിൽ സമീപിച്ചു, ജാമ്യം നിഷേധിച്ചു. പക്ഷേ ആ ജാമ്യം നിഷേധിച്ച ആ കോടതി തന്നെ ആ കോടതി വിധിയിൽ, ജാമ്യം നിഷേധിച്ചു എന്ന് പറയുന്ന ആ കോടതി വിധിയിൽ അതിൻ്റെ 14ാമത്തെ പേജിൽ പറയുന്നുണ്ട് എന്ത്? ഇത് ബലാത്സംഗമാണ്, പീഡനമാണ് എന്ന് കരുതാനുള്ള തെളിവുകളില്ല. മറിച്ച് കോടതി കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഇത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് എന്നാണ് കോടതി കണ്ടെത്തിയത്. അങ്ങനെയാണ് ആ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. അവിടെയാണ് ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റ് പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് മൂന്നാമതൊരു പരാതി ഉണ്ടാക്കി അത് വളരെ രഹസ്യമാക്കി വെച്ച് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ നോട്ട് ടു അറസ്റ്റ് പറഞ്ഞ കേസിൽ ഇപ്പോൾ ഇന്ന് കോടതി അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ജാമ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരാതിക്കാരി കക്ഷി ചേരണമെന്ന് ആദ്യം പറഞ്ഞു. യെസ്, കക്ഷി ചേർന്നു. ഇപ്പോൾ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് കോടതിയിൽ. ആ സത്യവാങ്മൂലത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. രാഹുൽ വലിയ ലൈംഗിക കുറ്റവാളിയാണ്, രാഹുൽ ആനയാണ്, രാഹുൽ ചേനയാണ്, രാഹുൽ അങ്ങനെയാക്കി, രാഹുൽ ഇങ്ങനെയാക്കി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന നഗ്ന ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ രാഹുലിന് ജാമ്യം കൊടുത്താൽ അത് പുറത്ത് വിടുന്നു. അത് പുറത്ത് വിടാനാണെങ്കിൽ എൻ്റെ ഒരു കോമൺ സെൻസ്, പരാതി വന്ന ഉടനെ തന്നെ അത് രാഹുലിന് പുറത്ത് വിടാമായിരുന്നല്ലോ അല്ലേ? അതെന്തുകൊണ്ടാണ് പുറത്ത് വിടാൻ നിന്നേ? പിന്നെ ജാമ്യം കിട്ടിയതിന് ശേഷം പുറത്ത് വിടാൻ നിൽക്കണോ? പുറത്ത് വിടാനാണെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ, അത് പുറത്ത് വിടാനാണെങ്കിൽ അത് ഈ പരാതി വന്ന ഉടനെ രാഹുലിനാവാമായിരുന്നു.
അപ്പോൾ ഇതൊന്നുമല്ല, ഇത് പൊതുവെ ഇതിൻ്റെ പിന്നിൽ വലിയ കളികളുണ്ട്. വലിയ കളികൾ എന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാരിക്ക് വേണ്ടിയിട്ട്, പരാതിക്കാരികൾക്ക് വേണ്ടിയിട്ട് അവരെ രംഗത്തിറക്കിയ ഒരു സംഘം പിന്നിലുണ്ട്, ഒരു കൂട്ടം പിന്നിലുണ്ട്. ആ കൂട്ടം എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഒരു വികൃതമായ ഒരു സ്വഭാവ രൂപം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ പല കാര്യങ്ങളും പറയും. ഇപ്പോൾ ഈ ഒന്നാം പരാതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് കോടതിയിലെത്തിയപ്പോൾ ഈവൻ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിച്ച ആ കോടതിയിൽ പോലും കോടതി പറഞ്ഞത് ഇത് ബലാത്സംഗമല്ല, പീഡനമല്ല എന്നാ. അപ്പോൾ ആരോപണങ്ങൾ, പരാതികൾ, ഇതിൻ്റെ വലിയ ഒരു കോടതിയുടെ മുന്നിൽ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോടതിയെ എന്തെങ്കിലും ഒരു ജാമ്യം കൊടുക്കുമെന്നുള്ളടുത്ത് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ, ഇപ്പോൾ പറയുന്നത് എന്താ, നഗ്ന വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്, അപ്പോൾ ജാമ്യം കൊടുത്താൽ അത് പുറത്തു വിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയുടെ ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ആ സിമ്പതി ഇങ്ങോട്ട് സിമ്പതി വേണം, അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് കോടതിക്ക് തന്നെ ഒരു വെറുപ്പുണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മാക്സിമം ഈ പൊടിപ്പും തുങ്ങലുകളും ഒക്കെ വെച്ച് ചേർത്തുകൊണ്ട് പല ക്രൂരമായ രംഗങ്ങളും ചിത്രീകരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ സിനിമകളിൽ, അതുപോലെ വലിയ ക്രൂരത വിവരിക്കുന്ന രീതിയിലുള്ള സെന്റൻസുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ പരാതികളും, പരാതിക്ക് ശേഷമുള്ള കക്ഷിചേരലുകളും, അതിനുശേഷമുള്ള സത്യവാങ്മൂലങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ രാഹുലിനെതിരെയുള്ള എല്ലാത്തിലും വലിയ രീതിയിലുള്ള ക്രൂരത ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവരൊക്കെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയവരാണ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. മനസ്സിലായില്ലേ? അതാണല്ലോ പറയുന്നത്, അങ്ങനെയാണല്ലോ, പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. അത് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 അല്ല 7 അല്ല, പല തവണകളിലായിട്ട്. എവിടെ വെച്ചിട്ടാ? പല ഹോട്ടലുകളിൽ വെച്ചിട്ട്, പല ഇടങ്ങളിൽ വെച്ചിട്ട് ഒക്കെയാണ്. ഇപ്പം അവിടെയൊക്കെ എങ്ങനെയാണ് രാഹുൽ ഇവരെ കൊണ്ടുപോയത്? രാഹുൽ ഇവരെ തട്ടിക്കൊണ്ടുപോവുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് അല്ലേ? എന്തൊരു ക്രൂരതയാണല്ലേ! സംഭവം പറയാനൊക്കെ നല്ല എളുപ്പമാണ്. തിരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം മറുപടിയില്ലാതെ എന്നാവുന്ന ഒരു അവസ്ഥയാണുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ 3ാമത്തെ പരാതിയിൽ രാഹുൽ അകത്താണുള്ളത്. 2ാമത്തെ പരാതിയിൽ രാഹുലിന് ജാമ്യം സെഷൻസ് കോടതി നൽകി. 1ാമത്തെ പരാതിയിൽ സെഷൻസ് കോടതി ജാമ്യം നൽകിയില്ല. അതുമായിട്ട് രാഹുൽ ഹൈക്കോടതിയിൽ പോയി. അവിടെയാണ് ഇത്തരത്തിൽ വലിയ 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 വാക്കുകളും സെൻറ്റൻസുകളും ഒക്കെ ആയിട്ട് പരാതിക്കാരി ഹാജരാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയാ നഗ്ന വീഡിയോ എന്ന് കോടതി ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ രാഹുലിനെ വലിയ ഒരു ക്രൂരനാക്കി മാറ്റി, അതിലൂടെ എന്തെങ്കിലും ഒരു സിമ്പതി തനിക്ക് ലഭിക്കണം, അതിലൂടെ ഒരു വെറുപ്പ് ജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ കോടതിക്ക് പോലും ഒരു വെറുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനോട് തോന്നണം എന്ന് വലുതായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആണയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതിപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ പരാതിക്കാരി പറയുന്ന കാര്യം എന്താണ്? രാഹുലിനെതിരെ ഒരുപാട് ലൈംഗിക പരാതികളുണ്ട് എന്ന്. ഇതേ ഒരു സംഭവം വേടൻ്റെ കാര്യത്തിൽ ഒരു പരാതിക്കാരി കോടതിയിൽ മുന്നിൽ വേടനെതിരെ മറ്റു പല പരാതികളും മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത്, നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, മറ്റുള്ളവരുടെ കാര്യം നിങ്ങളുടെ മെറിറ്റ് പറയുക എന്നാണ് കോടതി പറഞ്ഞത് അല്ലേ? ഇവിടെയും അങ്ങനെ തന്നെയാണല്ലോ. കോടതിക്ക് അങ്ങനെയാണല്ലോ. ഒരു കേസിൻ്റെ ഒരു നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കോടതി നോക്കുന്നത് ആ നിയമത്തിൻ്റെ കണ്ണിലൂടെയാണ്. പരാതിക്കാരി ആരാണോ അല്ലെങ്കിൽ പരാതിക്കാരൻ ആരാണോ അവർക്ക് അവരുടെ ഭാഗം പറയാം, മറ്റുള്ളവരിലേക്ക് ചൂണ്ടാനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും രാഹുലിനെ പൂട്ടണം, അതാണ് ലക്ഷ്യം.
അതിന് വേണ്ടിയിട്ടുള്ള പൊടിപ്പും തുങ്ങലുകളൊക്കെ വേണ്ട വിധം കുത്തി നിറക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ വലിയ സത്യവാങ്മൂലം നൽകുന്നു എന്ന് വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ എന്താ ഇവർ ഈ പറയുന്ന സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചു എന്ന് പറയുന്നു? സെഷൻസ് കോടതി ഇവരോടിപ്പോൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താ? തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചു, അതാണ് രാഹുൽ ഹൈക്കോടതിയിൽ വന്നത് എന്നല്ല പറയുന്നത്. എന്നാൽ ആ ജാമ്യം നിഷേധിച്ച കോടതി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇത് ബലാത്സംഗമാവില്ല, പീഡനമാവില്ല, അതിനുള്ള തെളിവുകളില്ല, മറിച്ച് ഇത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധമാണെന്ന് കൂടി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതാരും പറയുന്നില്ല. കാരണം എന്താ? അത് പറയുന്നത് ഈ പരാതിയെ തന്നെ, ഈ പരാതിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്, ഈ പരാതിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് പറയില്ല. അത് പറയാതെ പരാതിക്കാർ പറയുന്ന കാര്യങ്ങൾ മാത്രം വലിയ ആവേശമാണ് അത് വാർത്തയാക്കാൻ. മനസ്സിലായില്ലേ? പക്ഷേ കോടതി പറയുന്നതോ അല്ലെങ്കിൽ രാഹുലിൻ്റെ അഭിഭാഷകർ പറയുന്നതോ രാഹുലിന് പറയാനുള്ളതോ ഇതൊന്നും ആരും എവിടെയും കാണൂല, കേൾക്കൂല. അതൊക്കെ ഇനിയിപ്പോൾ കേട്ടാൽ തന്നെ നിങ്ങൾ ഒരു അരവരി അല്ലെങ്കിൽ ഒരു വരി അതിനപ്പുറത്തേക്ക് പോകില്ല. കാരണം എന്താ? ഇതൊക്കെ ഈ പറഞ്ഞ കെട്ടിപ്പടുക്കലുകൾ രാഹുലിൻ്റെ ഇമേജ് തകർക്കുവാനുണ്ടായ എല്ലാ ശ്രമങ്ങൾക്കും വിപരീതമാകും അതൊക്കെ ചർച്ച ചെയ്താൽ. അപ്പോൾ അത് ചർച്ച ചെയ്യൂല. പരാതിക്കാരി പറയുന്ന ഒരാളെ മാത്രം കേൾക്കും. പരാതിക്കാരിക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. മനസ്സിലായില്ലേ? അത് പറയാൻ അവർക്ക്, അല്ലെങ്കിൽ അത് പറയിപ്പിക്കാൻ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആളുകൾ പിന്നിലുണ്ട്. അപ്പോൾ അവരങ്ങനെ പലതും പറയും. കോടതിക്ക് ഇതൊന്നുമില്ലല്ലോ. കോടതിയുടെ മുഖ്യമായ ഒരു ഈ പറയുന്ന രീതിയിലുള്ള നോട്ടമെന്ന് പറയുന്നത്, പരിഗണനാ വിഷയമെന്ന് പറയുന്നത്, അത് നിയമത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രം. ഈ രാജ്യത്തിൻ്റെ നിയമവും ജുഡീഷ്യറിയും എന്ത് പറയുന്നു അതിനനുസരിച്ച് കോടതിക്ക് പോകാൻ കഴിയുകയുള്ളൂ.